PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ്. ഇത് കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പുസ്തകത്തിലെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റിന്റെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, പരീക്ഷ വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളിൽ പലർക്കും ഒരു ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ടെൻഷന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിച്ചാൽ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ടെൻഷന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്കും ഒട്ടും അറിയാൻ പാടില്ലാത്തവർക്കും പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഇതിനിടക്ക് നിൽക്കുന്ന ശരാശരി നിലവാരത്തിലുള്ള കുട്ടികളായിരിക്കും കൂടുതൽ. അവരോടാണ് ഈ പറയുന്നത്. അപ്പോൾ അവർക്ക് ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ടെൻഷന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ പഠിച്ച ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്യാത്തതായിരിക്കും. അപ്പോൾ റിവിഷൻ എന്നൊരു കാര്യമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതുമായിട്ടുള്ള നിങ്ങൾക്ക് ടഫായിട്ടുള്ള മേഖല ആദ്യം തന്നെ റിവിഷൻ ചെയ്ത് മാറ്റുക. അതിന് നിങ്ങൾ ഒരു ദിവസം എന്തായാലും നിങ്ങൾ ഓരോ പുതിയ ടോപ്പിക്കുകളാണല്ലോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും പുതിയതായിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങൾ പഴയ ഏതെങ്കിലും ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ടോപ്പിക് എടുത്തിട്ട് റിവിഷൻ ചെയ്യണം. നിർബന്ധമായും നിങ്ങൾ ഇനിയുള്ള നാളെ തൊട്ടല്ല ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ റിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, ഉറപ്പായിട്ടും കൂടും. നിങ്ങളുടെ ആ ടെൻഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഏകദേശം ഒരു പുക പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ എന്തൊക്കെയോ കുറേ നാൾ കൊണ്ട് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു ഓർഡറല്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൃത്യമായിട്ട് ഇതുവരെ എന്തൊക്കെ പഠിച്ചു എന്നൊരു പേപ്പറിലേക്ക് എഴുതി വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ പ്രധാനപ്പെട്ടതെടുത്ത് റിവിഷൻ ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത് ദിവസവും ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാട്സപ്പിൽ അത് ഏകദേശം ഒരു 17 ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ 17 എണ്ണം ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇംഗ്ലീഷ്, മലയാളം, കണക്ക് വർക്കൗട്ട് ചെയ്യുക, പഴയത് വർക്കൗട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓരോ ക്ലാസ്സിലും ഓരോ ടിപ്സായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രസതന്ത്രമാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിനി അതിൻ്റെ ബാക്കി പോയിന്റിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ തുടങ്ങുകയാണ്. എസ്റ്ററുകൾ. കൈതച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന എസ്റ്റർ ഏതാണ്? ഈഥയിൽ ബ്യൂട്ടിറേറ്റ് ആണ്. ഇത് നമ്മൾ ആദ്യം തൊട്ട് വർഷങ്ങളായിട്ട് പഠിക്കുന്നതാണ് അല്ലേ? കൈതച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന എസ്റ്റർ ഏതാണ്? ഈഥയിൽ ബ്യൂട്ടിറേറ്റ് ആണ്. തേനിന്റെ ഗന്ധമുള്ള എസ്റ്റർ അത് മീഥയിൽ ഫിനൈൽ അസറ്റേറ്റ് ആണ്. മീഥയിൽ ഫിനൈൽ അസറ്റേറ്റ്. അപ്പോൾ കൈതച്ചക്കയിൽ ഈഥയിൽ ബ്യൂട്ടിറേറ്റും തേനിന്റെ ഗന്ധമുള്ളത് ഏതെന്ന് ചോദിച്ചാൽ അത് മീഥയിൽ ഫിനൈൽ അസറ്റേറ്റുമാണ്. ആപ്രിക്കോട്ടിന്റെ ഗന്ധമുള്ള എസ്റ്റർ ഏതെന്ന് ചോദിച്ചാൽ അത് അമൈൽ ബ്യൂട്ടറേറ്റ് ആണ്. ആപ്രിക്കോട്ടിന്റെ ഗന്ധമുള്ളത് അമൈൽ ബ്യൂട്ടറേറ്റ്. ഇനി തിരിച്ചൊന്ന് ആലോചിക്കുക. ഈഥയിൽ ബ്യൂട്ടറേറ്റ് എന്തിൻ്റെയാണ്? ഈഥയിൽ ബ്യൂട്ടറേറ്റ് കണ്ണടച്ചാലോചിച്ച് നോക്കുക. ഈഥയിൽ ബ്യൂട്ടറേറ്റ് കൈതച്ചക്ക. മീഥയിൽ ഫിനൈൽ അസറ്റേറ്റ് എന്തിൻ്റെതാണ്? മീഥയിൽ ഫിനൈൽ അസറ്റേറ്റ് തേനിന്റെ ഗന്ധം. അമൈൽ ബ്യൂട്ടറേറ്റ് ആപ്രിക്കോട്ടിന്റെ ഗന്ധം അല്ലെ? അപ്പൊ ബ്യൂട്ടറേറ്റ് വെച്ച് 2 എണ്ണം ഇപ്പൊ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് ഈഥയിൽ ബ്യൂട്ടറേറ്റ് കൈതച്ചക്ക, 2 അമൈൽ ബ്യൂട്ടറേറ്റ് ഏതാണ്? ആപ്രിക്കോട്ട് അല്ലെ? അടുത്തത് മുല്ലപ്പൂവിന്റെ ഗന്ധമുള്ള എസ്റ്റർ. മുല്ലപ്പൂവിന്റെ ഗന്ധം അത് ബെൻസൈൽ അസറ്റേറ്റ് കണ്ട. അപ്പൊ അസറ്റേറ്റ് 2 എണ്ണം പഠിച്ചു. ഏതൊക്കെയാണ്? മീഥയിൽ ഫിനൈൽ അസറ്റേറ്റ് ഏത്? തേനിന്റെ ഗന്ധമാണ്. മീഥയിൽ ഫിനൈൽ അസറ്റേറ്റ്. ബെൻസൈൽ അസറ്റേറ്റോ അത് മുല്ലപ്പൂവിന്റെ ഗന്ധമാണ്. ബെൻസൈൽ അസറ്റേറ്റ് മുല്ലപ്പൂവിന്റെ ഗന്ധമാണ് അല്ലെ? ഒരു ബെൻസ് കാറിൽ മുല്ലപ്പൂവിന്റെ ഫ്രഷ്നെസ് ഉള്ള സ്മെല്ലാണെന്ന് ആലോചിച്ചാൽ മതി. ബെൻസ് കാറിനകത്തിരിക്കുകയാണ് നിങ്ങൾ ബെൻസിന്റെ. അപ്പോൾ അതിൽ മുല്ലപ്പൂവിന്റെ ഗന്ധമാണ് ആ കാറിനകത്ത് നിർത്താൽ മതി. അപ്പോൾ ബെൻസൈൽ അസറ്റേറ്റ് നിങ്ങൾക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഓക്കെ. ഇനി അടുത്തത് ഏത്തപ്പഴത്തിന്റെ ഗന്ധത്തിനായി ഉപയോഗിക്കുന്നത് അമൈൽ അസറ്റേറ്റ് ആണ്. അമൈൽ അസറ്റേറ്റ് ആണ്. അപ്പോൾ അമൈൽ ബ്യൂട്ടറേറ്റ് നമ്മൾ പഠിച്ചു. എന്താണ്? ആപ്രിക്കോട്ടിന്റെ ഗന്ധം. അമൈൽ അസറ്റേറ്റ് ആണെങ്കിൽ അത് ഏത്തപ്പഴത്തിന്റെ ഗന്ധം. അമൈൽ അസറ്റേറ്റ് ഏത്തപ്പഴത്തിന്റെ ഗന്ധമുള്ളതാണ് അല്ലെ? അപ്പൊ അടുത്തൊരെണ്ണം നോക്കാം. ഓറഞ്ചിന്റെ ഗന്ധമുള്ള എസ്റ്റർ ഏതാണെന്ന്. ഓറഞ്ചിന്റെ ഗന്ധം ഒക്ടൈൽ അസറ്റേറ്റ് ആണ്. ഓറഞ്ച് ഒക്ടൈൽ അസറ്റേറ്റ്. എന്നുണ്ടല്ലേ? ഓറഞ്ച് ഒക്ടൈൽ അസറ്റേറ്റ്. അപ്പൊ ഒക്ടൈൽ അസറ്റേറ്റ് എന്തിന്റെയാണ്? ഓറഞ്ചിൻ്റെതാണ്. അടുത്തത് മുന്തിരിയുടെ ഗന്ധമുള്ള എസ്റ്റർ ഏതാണ്? അത് മീഥൈൽ
ആന്ത്രാനൈലേറ്റ് ആണ്. മീഥൈൽ ആന്ത്രാനൈലേറ്റ്. മീഥൈൽ ആന്ത്രാനൈലേറ്റ് എന്തിൻ്റെയാണ്? മുന്തിരിയുടെ ഗന്ധമാണ്. മീഥൈൽ ആന്ത്രാനൈലേറ്റ്. ഒക്ടൈൽ അസറ്റേറ്റ് ഓറഞ്ചിന്റെ ഗന്ധമാണ്. അമൈൽ അസറ്റേറ്റ് ഏത്തപ്പഴത്തിന്റെ ഗന്ധമാണ് അല്ലെ. സ്ട്രോബെറിയുടെ ഗന്ധമുള്ള എസ്റ്റർ ഏതാണ്? സ്ട്രോബെറിയുടെ ഗന്ധമുള്ള എസ്റ്റർ മീഥൈൽ സിന്നമേറ്റ് ആണ്. മീഥൈൽ സിന്നമേറ്റ്. ഇനി നിങ്ങളിത് ഓർത്തിരിക്കാനുള്ളൊരു എളുപ്പം വെച്ചാൽ നിങ്ങളുടെ കുട്ടികളുണ്ടാവുമല്ലോ, കുട്ടികൾക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങനെ മുന്തിരിയുടെ അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ മിഠായി ഒക്കെ കഴിക്കുന്നു അല്ലേ. അപ്പോൾ അതിന് ആ ഗന്ധം ഒക്കെ കിട്ടുന്നത് എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ നിങ്ങൾ റിവിഷൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ സ്ട്രോബെറിയുടെ ഗന്ധമാണെങ്കിൽ മീഥൈൽ സിന്നമേറ്റ് ആണ് അല്ലെ. മുന്തിരിയുടെ ഗന്ധമാണെങ്കിൽ മീഥൈൽ ആന്ത്രാനൈലേറ്റ് ആണ്. അതേപോലെ ഏത്തപ്പഴത്തിന്റെ ഗന്ധത്തിനായിട്ട് ചേർക്കുന്ന ഏതാണ്? അത് അമൈൽ അസറ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ബാക്കി പോയിന്റുകൾ നോക്കാം. മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അത് ഓക്സാലിക് ആസിഡ് ആണ്. ഓക്സാലിക് ആസിഡ് അല്ലേ. മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. ഇനി തിരിച്ചൊന്ന് ചിന്തിക്കുക. ഓക്സാലിക് ആസിഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്സാലിക് ആസിഡ് എന്തിനു ഉപയോഗിക്കുന്നു? മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്നു. ഓക്സാലിക് ആസിഡ് മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്നു. മാംസ്യത്തിന്റെ സാന്നിധ്യം അല്ലെ. മാംസ്യം മീൻസ് പ്രോട്ടീൻ അല്ലെ. പ്രോട്ടീനിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അത് നൈട്രിക് ആസിഡ് ആണ് അല്ലെ. നൈട്രിക് ആസിഡ്. പ്രോട്ടീൻ നൈട്രിക് ആസിഡ്. പ്രോട്ടീൻ അല്ലെ. പ്രോട്ടീന്റെ സാന്നിധ്യം, പ്രസൻസ് ഓഫ് പ്രോട്ടീൻ എന്താണ്? നൈട്രിക് ആസിഡ് ആണ്. മാംസ്യത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. മാംസ്യത്തിന്റെ സാന്നിധ്യം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അത് മാലിക് ആസിഡ് ആണ്. ആപ്പിളിൽ മാലിക് ആസിഡ് ആണ്. ഇതൊക്കെ നമുക്ക് ബേസിക് ഫാക്ട് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആപ്പിളിൽ മാലിക് ആസിഡ് ആണ്. ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്ത ലായകം അറിയപ്പെടുന്ന പേര് നിർവീര്യ ലായകം എന്നാണ് അല്ലെ. ന്യൂട്രൽ ആണ്, നിർവീര്യ ലായകം എന്നാണ്. ആസ്പിരിനിന്റെ രാസനാമം ഏതാണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് അല്ലെ. ഇതൊക്കെ നമുക്കറിയാം. ഫെലിക്സ് ഹോഫ്മാൻ ആ പേര് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. ആസ്പിരിന്റെ രാസനാമം ഏതാണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡ് ഫോർമിക് ആസിഡ് ആണ്. ഇതൊക്കെ ബേസിക് ഫാക്റ്റ് ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡ് ഫോർമിക് ആസിഡ് ആണ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആസിഡുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ലവണമാണ് സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സോപ്പ് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ കുളിക്കാൻ സോപ്പ് എടുക്കുമ്പോൾ, അലക്കാൻ സോപ്പ് എടുക്കുമ്പോൾ ആലോചിക്കുക, ഇതെന്താണ്? എണ്ണയോ കൊഴുപ്പോ ഒരു ആസിഡുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണിത് അല്ലെ. എന്താണ്? എണ്ണയോ കൊഴുപ്പോ ഒരു ആസിഡുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സോപ്പ് ഇനി കുളിക്കാൻ എടുക്കുമ്പോൾ അത് ആലോചിക്കുക. വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ആണ് അല്ലെ. നമ്മൾ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ആണ് അല്ലെ, വാളൻ പുളി അല്ലെ. അപ്പോൾ ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര് ആംഫോട്ടറിക് എന്നാണ്. ആംഫോട്ടറിക് എന്നൊരു വാക്ക് കേട്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആംഫോട്ടറിക് എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. എന്താണ് ആംഫോട്ടറിക് എന്ന പദത്തിന്റെ അർത്ഥം? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ എന്നാണ്. അടുത്തത് ജൂലിയൻ കലണ്ടർ പ്രകാരം ക്രിസ്തുമസ് ദിനത്തിൽ ജനിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. സാധാരണ അല്ല, ജൂലിയൻ കലണ്ടർ പ്രകാരമാണ്. ജൂലിയൻ കലണ്ടർ പ്രകാരം ക്രിസ്തുമസ് ദിനത്തിൽ ജനിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ഇനി ഐസക് ന്യൂട്ടന്റെ ബർത്ത്ഡേ ആലോചിക്കണം. എന്നാണ് ബർത്ത്ഡേ? ഐസക് ന്യൂട്ടന്റെ ബർത്ത്ഡേ ക്രിസ്മസ് ദിനത്തിലാണ്. ഏത് കലണ്ടർ പ്രകാരം? ജൂലിയൻ കലണ്ടർ പ്രകാരം. ഫിനോഫ്തലിന് ആസിഡിലുള്ള നിറം എന്ന് പറഞ്ഞാൽ നിറമില്ല. ശരിക്കും ഫിനോൾഫ്തലിൻ ആസിഡിൽ നിറം കാണിക്കുന്നില്ല. ഫിനോൾഫ്തലിന് ആസിഡിലുള്ള നിറം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നിറമില്ല. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ആണ്. മുന്തിരിയിൽ ടാർട്ടാറിക് ആസിഡ് ആണ്. മുട്ടത്തോട് മൃദുലമാക്കാൻ കഴിയുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡിൽ ഇട്ട് വെച്ചാൽ മുട്ടത്തോട് മൃദുലമാകും അല്ലെ. മുട്ടത്തോട് മൃദുലമാക്കാൻ കഴിയുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് അതേതാണ്? അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. HCl അല്ലെ. അതിൽ ഓക്സിജൻ ഇല്ല, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. വീര്യം കൂടിയ ആസിഡുകൾ സൂക്ഷിക്കുന്ന സംഭരണികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉണ്ട്. അതേതാണ്? അത് ടെഫ്ലോൺ ആണ്. ടെഫ്ലോൺ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സംഭരണികളിലാണ് വീര്യം കൂടിയ ആസിഡുകൾ സൂക്ഷിക്കുന്നത്. നല്ലൊരു പോയിന്റ് ആണ് അല്ലേ, നല്ല ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. വീര്യം കൂടിയ ആസിഡുകൾ സൂക്ഷിക്കുന്ന സംഭരണികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതെന്ന് ചോദിച്ചാൽ അത് ടെഫ്ലോൺ ആണ്. കടന്നലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ് ആണ് അല്ലെ. ഫോർമിക് ആസിഡ് കടന്നലിൽ ഏതാണ്? ഫോർമിക് ആസിഡ് ആണ്. കടന്നലിൽ അടങ്ങിയിട്ടുള്ളത് ഫോർമിക് ആസിഡ്. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് അത് നൈട്രിക് ആസിഡ് ആണ്.
നൈട്രിക് ആസിഡ്. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ആണ്. അല്ലെ, നിങ്ങൾ ആഭരണങ്ങളൊക്കെ അണിയുന്നവരാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ആഭരണം ഏതാണ്? കമ്മലായാലും മോതിരമായാലും വളയായാലും അല്ലെ, അതിന്റെ ശുദ്ധത ഒന്ന് നോക്കണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം? നൈട്രിക് ആസിഡ് ഉപയോഗിക്കാം. ഹിപ്നോട്ടിസം ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണെന്ന്? അത് ബാർബിറ്റ്യൂറിക് ആസിഡ് ആണ്. ഹിപ്നോട്ടിസം അല്ലെ, ഹിപ്നോട്ടിസം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഹിപ്നോട്ടിസം ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ബാർബിറ്റ്യൂറിക് ആസിഡ് ആണ്. ഇനി നമ്മുടെ ഉപയോഗിക്കുന്ന ബ്രെഡ് അല്ലെ, ബ്രെഡിലേക്ക് ഉപയോഗിക്കുന്ന ജാം കേടുകൂടാതെ സൂക്ഷിക്കാൻ അതിൽ ചേർക്കുന്ന രാസവസ്തുവാണ് ബെൻസോയിക് ആസിഡ്. ഇനി കുട്ടികൾക്ക് നിങ്ങൾ സ്ഥിരമായി ജാം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എന്താണ് കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ബെൻസോയിക് ആസിഡ് ആണ് അല്ലെ, ബെൻസോയിക് ആസിഡ് ആണ് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുക. അപ്പോൾ മാറി ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുക, ജാം തന്നെ കൊടുക്കാതെ. ജാം കേടുകൂടാതെ സൂക്ഷിക്കാൻ അതിൽ ചേർക്കുന്ന രാസവസ്തുവാണ് ബെൻസോയിക് ആസിഡ്. കെല്ലിങ്സ് ടെസ്റ്റ് വ്യത്യസ്തമാണ്. കെല്ലിങ്സ് ടെസ്റ്റ് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. കെല്ലിങ്സ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് ലാക്റ്റിക് ആസിഡിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ലാക്റ്റിക് ആസിഡിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? കെല്ലിങ്സ് ടെസ്റ്റ്. ലാക്റ്റിക് ആസിഡിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? കെല്ലിങ്സ് ടെസ്റ്റ്. കെല്ലിംഗ് ടെസ്റ്റ് എന്താണ്? ലാക്റ്റിക് ആസിഡിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതം ഏതാണ്? അത് അക്വാറീജിയാണ്. അക്വാറീജിയ. നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് HNO3 അല്ലെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, ഇതിന്റെ മിശ്രിതം ഏതാണ്? അക്വാറീജിയ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. അക്വാറീജിയ അപ്പോൾ എന്തിന്റെ മിശ്രിതമാണ്? അക്വാറീജിയ എന്ന് പറയുന്നത് നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതമാണ് അക്വാറീജിയ. നേർപ്പിച്ച അസറ്റിക് ആസിഡ് അറിയപ്പെടുന്ന പേര് വിനാഗിരി എന്നാണ്. വിനെഗർ അല്ലെ, വിനാഗിരി. നേർപ്പിച്ച അസറ്റിക് ആസിഡ് അറിയപ്പെടുന്ന പേരെന്താണ്? വിനാഗിരി അല്ലെങ്കിൽ വിനെഗർ എന്നാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഗ്ലാസ് ഏതാണ്? അത് പുമിസ് ഗ്ലാസ് ആണ്. പുമിസ് ഗ്ലാസ് ആണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഗ്ലാസ് പുമിസ് ഗ്ലാസ് ആണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നു അല്ലെ. പാലിനെ കട്ടിയാക്കി പനീർ ഉണ്ടാക്കുന്നതിനായി ചേർക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ അത് സിട്രിക് ആസിഡ് ആണ്. പാലിനെ കട്ടിയാക്കി പനീർ ഉണ്ടാക്കുന്നതിനായി ചേർക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് പാലിനെ കട്ടിയാക്കി പനീർ ഉണ്ടാക്കാൻ ചേർക്കുന്നു. പാഷൻ ഫ്രൂട്ട് അല്ലെ, നമ്മൾ പാഷൻ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന സാധനം അല്ലെ, പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ് പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ളത്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അത് ഹ്യൂമിക് ആസിഡ് ആണ്. ഹ്യൂമിക് ആസിഡ് എവിടെയാണ്? മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹ്യൂമിക് ആസിഡ് ആണ്. അക്വാഫോർട്ടിസ് ഏത് ആസിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൈട്രിക് ആസിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അക്വാഫോർട്ടിസ് നൈട്രിക് ആസിഡ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് ചോദിച്ചാൽ അത് ടാനിക് ആസിഡ് ആണ്. മഷി, തുകൽ അല്ലെ, എന്തിന്റെ നിർമ്മാണത്തിനാണ്? മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ടാനിക് ആസിഡ് ആണ്. എസ്റ്ററിന് ആ പേര് നൽകിയത് ലിയോപോൾ മെലിൻ ആണ് അല്ലെ, ലിയോപോൾ മെലിൻ. എസ്റ്ററിന് ആ പേര് നൽകിയത് ലിയോപോൾ മെലിൻ. എത്തനോയിക് ആസിഡ് എന്നും അറിയപ്പെടുന്നത് അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് മറ്റേത് പേരിൽ അറിയപ്പെടുന്നു? എത്തനോയിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു അല്ലെ. എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാലും അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. നൈട്രിക് ആസിഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം അല്ലെ, കാറ്റലിസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് പ്ലാറ്റിനം ആണ്. നൈട്രിക് ആസിഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ഏതാണ്? പ്ലാറ്റിനം ആണ്. ഏത് ആസിഡിന്റെ നിർമ്മാണത്തിനാണ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? നൈട്രിക് ആസിഡിന്റേത്. ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത ആരും അല്ലെ. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അത് ഓക്സാലിക് ആസിഡ് ആണ്. ഇനി നിങ്ങൾ ചോക്ലേറ്റ്, മഞ്ച്, പെർക്ക് അല്ലെ, കിറ്റ്കാറ്റ് ഇതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഏത് ആസിഡാണ് അപ്പോൾ അതിന്റെ കൂടെ കഴിക്കുന്നത്? ഓക്സാലിക് ആസിഡ് ആണ് അല്ലെ. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ്. ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ആഹ്ലാദം, ഒരു സന്തോഷം ഉണ്ടാകും. അങ്ങനെയാണ് ചോക്ലേറ്റിന്റെ പ്രത്യേകത. അതാണ്. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ്. അടുത്തത് ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ്? അത് സൾഫ്യൂരിക് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ്. ഇപ്പൊ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഗാഢത കൂടിയ സൾഫ്യൂരിക് ആസിഡിന്റെ രൂപത്തെ നമ്മൾ എന്ത് വിളിക്കും? ഒലിയം എന്ന് വിളിക്കും.
അല്ലെ. അപ്പോൾ ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ്? സൾഫ്യൂരിക് ആസിഡിന്റെ. പാചകത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? അത് പൈറക്സ് ഗ്ലാസ് ആണ്. സോഡിയം ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്നറിയപ്പെടുന്നു. പാചകത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ്, സോഡിയം ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, അല്ലെ. സോഡിയം ബോറോസിലിക്കേറ്റ് ഗ്ലാസ് തന്നെയാണ് പൈറക്സ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത്. പാചകത്തിന്, ഈ പാചകം ചെയ്യുന്നവരാകുമ്പോൾ അവർ ഇനി അടുക്കളയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ നിങ്ങൾ പാചകം ചെയ്യാൻ എടുക്കുന്ന ഗ്ലാസ്, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഇത് എന്ത് തരം ഗ്ലാസ് ആണ്? അത് പൈറക്സ് ഗ്ലാസ് ആണ്. സോഡിയം ബോറോസിലിക്കേറ്റ് ആണ് പൈറക്സ് ഗ്ലാസ് എന്ന് അറിയപ്പെടുന്നത്. ഗ്ലാസ് ലയിക്കുന്നത് എന്തിലാണെന്ന്? ഗ്ലാസ് ലയിക്കും. അത് എന്തിലാണ് ലയിക്കുന്നത്? അത് ഹൈഡ്രജൻ ഫ്ലൂറൈഡിലാണ് ലയിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, നമ്മുടെ ഒരു ഗ്ലാസ് ഉണ്ട്, അത് നമ്മൾ ലയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഹൈഡ്രജൻ ഫ്ലൂറൈഡ് വേണം. ഹൈഡ്രജൻ ഫ്ലൂറൈഡിൽ ഗ്ലാസ് ലയിക്കും. ഇലക്ട്രിക് ബൾബുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതിനം ഗ്ലാസ് ആണ്? അത് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. ഇലക്ട്രിക് ബൾബുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. ഫ്ലിൻറ്റ് ഗ്ലാസ്. ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? അത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. പൈറസ് ഗ്ലാസ് എന്ന വ്യാപാര നാമത്തിലും അറിയപ്പെടുന്നു. ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, അത് പൈറക്സ് എന്ന വ്യാപാര നാമത്തിലും അറിയപ്പെടുന്നതാണ്. വാഹനങ്ങളുടെ ചില്ല് നിർമ്മിച്ചിരിക്കുന്ന ഗ്ലാസ് സേഫ്റ്റി ഗ്ലാസ് ആണ്. സേഫ്റ്റി ഗ്ലാസ്. വാഹനങ്ങളുടെ ചില്ല് നിർമ്മിച്ചിരിക്കുന്ന ഗ്ലാസ് സേഫ്റ്റി ഗ്ലാസ്. വിമാനത്തിന്റെ ജനലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പ്ലെക്സി ഗ്ലാസ് ആണ്. വിമാനത്തിന്റെ ജനലുകളാകുമ്പോൾ പ്ലെക്സി ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. വിമാനത്തിന്റെ ജനലുകൾ പ്ലെക്സി ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ജലത്തിൽ ലയിക്കുന്ന ഗ്ലാസ്, അത് വാട്ടർ ഗ്ലാസ് ആണ്, അല്ലെ. ജലത്തിൽ ലയിക്കുന്ന ഗ്ലാസ് ഉണ്ട്, ജലത്തിൽ ലയിക്കും, അല്ലെ. ജലത്തിൽ ലയിക്കുന്ന ഗ്ലാസ് വാട്ടർ ഗ്ലാസ് എന്നാണ് അറിയപ്പെടുന്നത്. വാട്ടർ ഗ്ലാസ്. അടുത്തത് ലെൻസ്, പ്രിസം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതെന്ന് ചോദിച്ചാൽ അത് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. ലെൻസ്, അതേപോലെ ലെൻസ്, പ്രിസം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് ഏതാണ്? അത് സെറാമിക് ഗ്ലാസ് ആണ്. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് സെറാമിക് ഗ്ലാസ് ആണ്. ക്രൂക്സ് ഗ്ലാസ് എന്തിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു? അൾട്രാ വയലറ്റ് കിരണത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്രൂക്സ് ഗ്ലാസ്. ക്രൂക്സ് ഗ്ലാസ് എന്തിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു? അൾട്രാ വയലറ്റ് കിരണത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? അത് 42 ഡിഗ്രിയാണ്, അല്ലെ. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്ര ഡിഗ്രിയാണ്? 42 ഡിഗ്രിയാണ്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ കടത്തിവിടാത്ത ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ്. അപ്പോൾ എന്താണ്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ കടത്തിവിടാത്ത ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ്. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് ഏതെന്ന് ചോദിച്ചാൽ അത് പൈറോ ഗ്ലാസ് ആണ്. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് പൈറോ ഗ്ലാസ് ആണ്. ഉരുക്കിനോളം ബലമുള്ള ഗ്ലാസ് ഫൈബർ ഗ്ലാസ് ആണ്. ഉരുക്കിനോളം ബലമുള്ള ഗ്ലാസ് ഏതാണ്? ഫൈബർ ഗ്ലാസ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതെന്ന് ചോദിച്ചാൽ അത് സോഡാ ലൈം ഗ്ലാസ് ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? അത് സോഡാ ലൈം ഗ്ലാസ് ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് സോഡാ ലൈം ഗ്ലാസ് ആണ്. ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫൈബർ ഗ്ലാസ് ആണ്. ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫൈബർ ഗ്ലാസ് ആണ്. ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ് ലൈം ഗ്ലാസ് ആണ്. ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ് ലൈം ഗ്ലാസ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചോദ്യം പലത് ഉത്തരം ഒന്നൊരു ബോക്സ് ആണ്. ഇവിടെ അർജന്റം എന്ന് ലാറ്റിനിൽ പേരുള്ള ഒരു ലോഹത്തെക്കുറിച്ച് പറയുന്നത്. ആ ലോഹത്തിന്റെ പേരാണ് വെള്ളി, അല്ലെ. വെള്ളി, AG എന്നാണ് അതിന്റെ പ്രതീകം. സിൽവർ, വെള്ളി, അതിന്റെ പ്രതീകം AG എന്നാണ്. ആ AG എന്നൊരു ലെറ്റർ വന്നത് അർജന്റം എന്ന വാക്കിൽ നിന്നാണ്, എന്ന ലാറ്റിൻ പേരിൽ നിന്നാണ് അർജന്റം. അതേപോലെ വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹമാണ് വെള്ളി എന്ന് പറയുന്നത്. വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം, അല്ലെ. വെള്ളി നമ്മൾ അറിയാലോ, വൈദ്യുതിയുടെ നല്ല ചാലകമാണ് വെള്ളി എന്ന് പറയുന്നത്. അതിന്റെ കാരണം വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറവായതുകൊണ്ടാണ്. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഈ പറയുന്ന വെള്ളിയാണ്. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അത് വെള്ളിയാണ്. താപത്തിന്റെ ഏറ്റവും മികച്ച ചാലകമാണ് വെള്ളി. ഏതാണ്? വെള്ളിയാണ്. അപ്പോൾ ഇത്രയുമാണ് ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.